നമസ്കാരം. പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ വിഷവേരുകൾ പടർത്താൻ ശ്രമിക്കുമ്പോൾ ആ വേരുകൾ ഓരോന്നായി വെട്ടിമാറ്റാൻ നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾ ലോകം അമ്പരപ്പോടെയാണ് നോക്കിക്കാണുന്നത്. ഇന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച കേവലം ഒരു ചർച്ചയല്ല, പാകിസ്ഥാന്റെ ഭീകരവാദത്തിനെതിരെയുള്ള പരിഹാസം കൂടിയാണ്. ഡൽഹിയിലെ മനേഷ സെന്ററിൽ നടന്ന നിർണായക കൂടിക്കാഴ്ചയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രി ഗൈഡോ ക്രൊസേറ്റോയോട് ഭാരതത്തിന്റെ സുരക്ഷാ താൽപര്യങ്ങൾ അസന്നിഗ്ധമായി വ്യക്തമാക്കി. പാകിസ്ഥാന് തന്ത്രപ്രധാനമായ സൈനിക സാങ്കേതിക വിദ്യകളോ ആയുധങ്ങളോ കൈമാറരുത് എന്ന കർശന നിർദ്ദേശമാണ് ഇന്ത്യ നൽകിയത്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യത്തിന് ലഭിക്കുന്ന ഓരോ ആയുധവും മേഖലയിലെ സമാധാനം തകർക്കുമെന്ന് രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി. ഭാരതത്തിന്റെ വിപണിയും സൗഹൃദവും വേണോ അതോ പാകിസ്ഥാന്റെ ഭീകരവാദ അജണ്ടകളെ സഹായിക്കണോ എന്ന ചോദ്യം ഇറ്റലിക്ക് മുന്നിൽ ഇന്ത്യ വെച്ചു. ഇതിന്റെ ഫലമായി ഇന്ത്യയുമായി പങ്കുവയ്ക്കുന്ന ഒരു സാങ്കേതിക വിദ്യയും മറ്റ് രാജ്യങ്ങളുമായി പങ്കുവയ്ക്കില്ലെന്ന് ഇറ്റലി ഉറപ്പു നൽകിയത് വലിയൊരു നയതന്ത്ര വിജയമാണ്. മുമ്പ് പാകിസ്ഥാൻ നടത്തിയ കുപ്രചാരണങ്ങൾക്ക് മുന്നിൽ നിശബ്ദരായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. എന്നാൽ ഇന്ന് ശത്രുവിന്റെ ആയുധപ്പുരകളിലേക്കുള്ള വാതിലുകൾ ഓരോന്നായി ഭാരതം കൊട്ടിയടയ്ക്കുകയാണ്. ഇറ്റലിയെ പോലുള്ള ഒരു ആഗോള ശക്തിയോട് നേരിട്ട് ഈ ആവശ്യം ഉന്നയിക്കാനുള്ള ആർജവം ആഗോള ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രത്തോളം വളർന്നു എന്നതിന്റെ തെളിവാണ്. നരേന്ദ്രമോദി എന്ന ഭരണാധികാരിക്ക് കീഴിൽ ഇന്ത്യ അതിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഈ നീക്കങ്ങൾ അടിവരയിടുന്നു. ഇന്ന് മറ്റൊരു നിർണായക വാർത്ത കൂടി പുറത്തു വന്നിരുന്നു. ആഗോള എണ്ണ സഖ്യമായ ഒപെക്കിൽ നിന്ന് UAE ഇന്ന് ഔദ്യോഗികമായി പുറത്തുപോയത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. മോദി നഹ്യാൻ സൗഹൃദം വഴി ഇന്ത്യക്കിനി ഡോളറിന് പകരം രൂപയിൽ നേരിട്ട് എണ്ണ വാങ്ങാൻ സാധിച്ചേക്കും. ഇത് രാജ്യത്തെ ഇന്ധനവില നിയന്ത്രിക്കാനും രൂപയുടെ മൂല്യം ആഗോളതലത്തിൽ ഉയർത്താനും സഹായിക്കും. ശത്രുരാജ്യങ്ങളെ നയതന്ത്രപരമായും സാമ്പത്തികമായും ശ്വാസം മുട്ടിക്കുന്ന ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാൻ ഇവിടെ വിജയിക്കുകയാണ്. അതിർത്തികൾക്കപ്പുറത്തെ ശത്രുക്കളെ നയതന്ത്രത്തിലൂടെ നേരിടുമ്പോൾ രാജ്യത്തിനകത്തെ വിഘടനവാദികളെ അന്വേഷണ ഏജൻസികൾ നിലംപരിശാക്കുന്നു. 2017 പുൽവാമ CRPF ക്യാമ്പ് ആക്രമണത്തിലെ പ്രതി ഫയാസ് അഹമ്മദ് മഗ്രയുടെ സ്വത്തുക്കൾ NIA ഇന്ന് കണ്ടുകെട്ടിയിരുന്നു. ഭീകരവാദത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്ന മോദി സർക്കാരിന്റെ സീറോ ടോളറൻസ് നയമാണ് ഇവിടെ നടപ്പിലാകുന്നത്. തോക്കിനു പുറമെ അവരുടെ വീടുകളും സ്ഥലങ്ങളും സർക്കാർ പിടിച്ചെടുക്കുമ്പോൾ ഭീകരവാദികൾക്കിനി ഒളിച്ചിരിക്കാൻ ഒരിടം പോലും ഇല്ലാതാവുകയാണ്. പഴയകാലത്തെ അനുനയ രാഷ്ട്രീയത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് ശത്രുവിന്റെ കണ്ണിൽ നോക്കി സത്യം വിളിച്ചു പറയാൻ ആർജവമുള്ളൊരു നേതൃത്വം ഇന്ന് ഡൽഹിയിലുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പുതിയ സൈനിക നയത്തിലൂടെ ശത്രുവിന്റെ താവളങ്ങളിൽ ചെന്ന് പ്രഹരിക്കാനും അന്താരാഷ്ട്ര വേദികളിൽ അവരെ ഒറ്റപ്പെടുത്താനും ഇന്ത്യക്ക് കഴിയുന്നു. ഭാരതത്തിന്റെ മണ്ണിൽ തൊട്ടാൽ അതിന്റെ പ്രത്യാഘാതം അതിഭീകരമായിരിക്കുമെന്ന സന്ദേശമാണ് ഇന്ന് ഓരോ ഇന്ത്യക്കാരനും അഭിമാനമായി മാറുന്നത്. ലഡാക്കിലെ അമിത്ഷായുടെ സന്ദർശനം മുതൽ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ വരെ ഇന്ന് ഭാരതം ചർച്ച ചെയ്യുന്നത് വികസനവും സുരക്ഷയുമാണ്. പാകിസ്ഥാനെ പോലൊരു രാജ്യങ്ങൾ ലോകത്തിനു മുന്നിൽ ഒറ്റപ്പെടുമ്പോൾ ഭാരതം ഒരു ലോകശക്തിയായി ഉയർന്നു വരികയാണ്. ഇന്ന് ശത്രുവിന്റെ ഓരോ ശ്വാസവും അളന്നു മുറിക്കാൻ ശേഷിയുള്ള ലോകത്തിന്റെ ഗതി നിയന്ത്രിക്കുന്ന ഒരു മഹാശക്തിയായി നാം മാറിയിരിക്കുന്നു. ഇറ്റലിയെ പോലുള്ള ഒരു നാറ്റോ ശക്തിയോട് പാകിസ്ഥാനെ സഹായിച്ചാൽ അത് ഭാരതവുമായുള്ള ബന്ധത്തെ ബാധിക്കുമെന്ന് കണ്ണിൽ നോക്കി പറയാനുള്ള ഈ ആർജവം ഏതെങ്കിലും ഒരു സാധാരണ ഭരണകൂടത്തിന് സാധിക്കുന്ന ഒന്നല്ല. ഇത് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ലോകത്തിനു മുന്നിൽ കെട്ടിപ്പടുത്ത ഭാരതത്തിന്റെ ഇച്ഛാശക്തിയാണ്. ശത്രുവിനെ യുദ്ധകളത്തിൽ നേരിടുന്നത് എളുപ്പമാണ്. എന്നാൽ അവനെ സാമ്പത്തികമായും നയതന്ത്രപരമായും ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്നത് ഒരു കലയാണ്. പാകിസ്ഥാൻ ഇന്ന് ലോകത്തിനു മുന്നിൽ ഒരു ഭിക്ഷാപാത്രവുമായി നിൽക്കുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട സൈനിക സഹായത്തിന്റെ അവസാന വാതിലും ഭാരതം അടച്ചു പൂട്ടുകയാണ്. ഇറ്റാലിയൻ സാങ്കേതിക വിദ്യ പാകിസ്ഥാന്റെ കൈകളിലെത്തുന്നത് തടയുന്നതിലൂടെ അവരുടെ വായുസേനയും നാവികസേനയും നിസ്സഹായമാക്കാൻ നമുക്ക് സാധിക്കും. ഇതിനെയാണ് യഥാർത്ഥ ഡിജിറ്റൽ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിളിക്കേണ്ടത്. ഒരു വശത്ത് അതിർത്തിയിൽ ഓപ്പറേഷൻ സിന്ദൂർ വഴി സൈന്യം കാവൽ നിൽക്കുമ്പോൾ മറുവശത്ത് വിദേശകാര്യ മന്ത്രാലയം ലോകരാഷ്ട്രങ്ങളെ ഭാരതത്തിന്റെ പക്ഷത്തേക്ക് അണിനിരത്തുകയാണ്. UAE ഒപെക് സഖ്യം വിട്ടുകൊടുത്തതുകൊണ്ട് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കരുത്ത് പകരുന്നതും ഡോളറിന് പകരം രൂപയിൽ ഇടപാടുകൾ നടത്താൻ ലോകം തയ്യാറാകുന്നതും ഭാരതത്തിന്റെ അന്തസ്സ് വിളിച്ചോതുന്നു. നമ്മുടെ ആഭ്യന്തര സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കാശ്മീരിലെ ഭീകരരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്ന നടപടി രാജ്യദ്രോഹികൾക്ക് നൽകുന്ന വ്യക്തമായ സന്ദേശമാണ്. നിങ്ങൾ എത്ര വലിയ ശക്തിയായാലും ഭാരതത്തിന്റെ നിയമത്തിന് മുന്നിൽ നിങ്ങൾക്ക് മുട്ടുമടക്കേണ്ടി വരും എന്ന സന്ദേശമാണ് ഭാരതം നൽകുന്നത്. ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നതുവരെ ശത്രുവിന്റെ ഓരോ നീക്കവും മുൻകൂട്ടി കണ്ട് അവ തകർക്കാൻ ശേഷിയുള്ള ഒരു നേതൃത്വം ഇന്ന് നമുക്കുണ്ട്. ഇത് വരാനിരിക്കുന്ന സനാതന ഭാരതത്തിന്റെ യുഗമാണ്. ഈ സത്യം വിളിച്ചു പറയാൻ നമുക്ക് ഭയമില്ല. കാരണം സത്യം നമ്മുടെ പക്ഷത്താണ്, കരുത്ത് നമ്മുടെ കൈകളിലുമാണ്. ഇറ്റലിയുമായുള്ള ഈ പ്രതിരോധ കരാറും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളും ഒരു തുടക്കം മാത്രമാണ്. ദശാബ്ദങ്ങളായി
വർഷങ്ങളായി നമ്മളെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഭീകരവാദത്തിന്റെ വിഷപ്പാമ്പിനെ അതിന്റെ മാളത്തിൽ ചെന്ന് തല്ലിക്കൊല്ലാനുള്ള ആർജവം രാജ്യം കൈവരിച്ചിരിക്കുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഡൽഹിയിൽ വെച്ച് മുഴക്കിയ ആ വാക്കുകൾ ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണ്. നാം ആരെയും ഭയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഭാരതത്തിന്റെ സമാധാനത്തെ ആരെങ്കിലും ഭയപ്പെടുത്താൻ നോക്കിയാൽ അവരെ എങ്ങനെ നേരിടണം എന്ന് നമുക്കറിയാം. UAE പോലുള്ള തന്ത്രപ്രധാനമായ സുഹൃത്തുക്കൾ ഡോളറിനെ മാറ്റി നിർത്തി ഭാരതത്തിന്റെ രൂപയെ ചേർത്ത് പിടിക്കുന്നത് നമ്മുടെ സാമ്പത്തിക പരമാധികാരത്തിന്റെ വിജയം കൂടിയാണ്. വരാനിരിക്കുന്ന വോട്ടെണ്ണലിലൂടെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളിലൂടെയും രാജ്യം ആഗ്രഹിക്കുന്നത് വികസനത്തിന്റെ ഈ തുടർച്ചയാണ്. രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കാൻ, ഭീകരവാദത്തിന്റെ അടിവേരറുക്കാൻ, ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനം വാനോളം ഉയർത്താൻ പ്രതിജ്ഞാബദ്ധമായ ഒരു നേതൃത്വത്തിന് കീഴിൽ നാം സുരക്ഷിതരാണ്. ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തെ പരിശോധിച്ചാൽ നാം എല്ലായ്പ്പോഴും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ചിത്രം പാടെ മാറിയിരിക്കുന്നു. ഇറ്റലിയുമായുള്ള ചർച്ചകളിൽ ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ കൈമാറുന്നത് സംബന്ധിച്ചുള്ള ഇന്ത്യയുടെ കർശന നിബന്ധനകൾ വെളിപ്പെടുത്തുന്നത് നമ്മുടെ ആത്മവിശ്വാസമാണ്. ഇത് കേവലം ആയുധങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ചല്ല, ആയുധങ്ങൾ സ്വന്തമായി നിർമ്മിക്കുന്നതിനും അവയുടെ സാങ്കേതിക വിദ്യയിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സൈനിക ശക്തി എന്ന നിലയിൽ നിന്ന് 1ാമത്തെ ശക്തിയാകാനുള്ള ഭാരതത്തിന്റെ പ്രയാണത്തിൽ ഇത്തരം നയതന്ത്ര നീക്കങ്ങൾ നിർണായകമാണ്. പാകിസ്ഥാൻ പണ്ട് മുതൽക്കേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്ന സൈനിക സഹായം ഉപയോഗിച്ചാണ് ഭാരതത്തിന് നേരെ നിഴൽ യുദ്ധം നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളെ പോലും പാകിസ്ഥാനിൽ നിന്ന് അകറ്റി നിർത്താൻ ഭാരതത്തിന് കഴിയുന്നു എന്നത് വലിയൊരു നേട്ടമാണ്. ശത്രുവിന് ലഭിക്കുന്ന ഓരോ ബോൾട്ടും ഓരോ സ്പെയർ പാർട്ടും പോലും തടയുന്നതിലൂടെ അവരുടെ സൈനിക യന്ത്രങ്ങളെ നിശ്ചലമാക്കാൻ നമുക്ക് സാധിക്കും. ഇത് ഭാരതത്തിന്റെ സൈനിക ബുദ്ധിയും വിദേശ നയവും തമ്മിലുള്ള കൃത്യമായ ഏകോപനം കൂടിയാണ്. മറുവശത്ത് അതിർത്തികളിൽ നാം സ്ഥാപിക്കുന്ന ആധുനിക നിരീക്ഷണ സംവിധാനങ്ങളും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഭാരതത്തിന്റെ ആകാശം സുരക്ഷിതമാണെന്ന് ഉറപ്പിക്കുന്നു. ഒരു വശത്ത് ചൈനയുടെ വെല്ലുവിളികളും മറുവശത്ത് പാകിസ്ഥാന്റെ ഭീകരവാദവും നേരിടുമ്പോഴും ഒരിഞ്ച് മണ്ണ് പോലും വിട്ടുകൊടുക്കില്ലെന്ന സൈന്യത്തിന്റെ ദൃഢനിശ്ചയത്തിന് പിന്നിൽ മോദി സർക്കാർ നൽകുന്ന പൂർണ്ണ പിന്തുണയുണ്ട്. സമുദ്രങ്ങളിൽ ഇന്ത്യൻ നേവി നടത്തുന്ന പെട്രോളിങ്ങും ഗൾഫ് രാജ്യങ്ങളുമായി നാം പുലർത്തുന്ന തന്ത്രപരമായ സൗഹൃദവും ചേർന്ന് ഭാരതത്തെ ഒരു അജേയമായ കോട്ടയാക്കി മാറ്റുകയാണ്. പണ്ട് ലോകം ഭാരതത്തെ നോക്കി എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചിരുന്ന അടുത്തു നിന്നും ഇന്ന് ലോകം ഭാരതത്തോട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന നിലയിലേക്കാണ് നാം വളർന്നിരിക്കുന്നത്. ഈ വളർച്ചയാണ് നമ്മുടെ ഓരോ ശത്രുവിനെയും ഭയപ്പെടുത്തുന്നതും ഓരോ ഭാരതീയനെയും അഭിമാന ഭരിതനാക്കുന്നതും. ഇത് വാക്കുകൾ കൊണ്ട് കെട്ടിപ്പടുക്കുന്നതല്ല, കൃത്യമായ പ്ലാനിങ്ങിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും നേടിയെടുത്ത പുതിയ ഇന്ത്യയുടെ കരുത്തുകൂടിയാണ്. ശത്രുക്കൾ ഇനിയും തന്ത്രങ്ങൾ മെനഞ്ഞേക്കാം, ചതിക്കുഴികൾ ഒരുക്കിയേക്കാം. എന്നാൽ അവർ ഒന്നോർക്കുക, ഇത് 1962 1973 ഉള്ള ഭാരതമല്ല. ഇത് 2026 നവഭാരതമാണ്. ശത്രുവിന്റെ കോട്ടയിൽ ചെന്ന് അവനെ പരാജയപ്പെടുത്താനും ലോകത്തെ നയിക്കാനും പ്രാപ്തിയുള്ള 140 കോടി ജനങ്ങളുടെ സ്വപ്നം കൂടിയാണ് ഇന്ന് പൂവണിയുന്നത്. വരുന്ന നാളുകളിൽ നാം കാണാൻ പോകുന്നത് ആഗോള സുരക്ഷയുടെയും വികസനത്തിന്റെയും നെടുനൂടായി മാറുന്ന ഒരു ഭാരതത്തെ കൂടിയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.